ഹായ് കിഡ്സ്, ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഖുദ് സെ പ്യാർ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. വാക്യ ലിഖേ. താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അവയെ ശരിയായ ക്രമത്തിൽ യോജിപ്പിച്ച് കറക്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. താഴെ 3 വാക്കുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് കോളം സൂരജ് പേട് ബാദൽ, സെൻറ്ററിൽ ദുനിയ കോ. തേർഡ് കോളത്തിൽ പാനി ഊർജ ഫൂൽ, പിന്നെ ദേത്താ ഹേ. ഇവയെ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് ഒരു സെൻറ്റൻസ് ആക്കണം. ഫസ്റ്റ് ആൻസർ, സൂരജ് ദുനിയ കോ ഊർജ ദേത്താ ഹേ. സെക്കൻഡ്, പേട് ദുനിയ കോ ഫൂൽ ദേത്താ ഹേ. ബാദൽ ദുനിയ കോ പാനി ദേത്താ ഹേ. സൂരജ് ദുനിയ കോ ഊർജ ദേത്താ ഹേ എന്ന് വെച്ചാൽ സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. സെക്കൻഡ് ആൻസർ, പേട് ദുനിയ കോ ഫൂൽ ദേത്താ ഹേ. അതിനർത്ഥം മരം ലോകത്തിന് ഫൂൽ പൂക്കൾ നൽകുന്നു. ബാദൽ ദുനിയ കോ പാനി ദേത്താ ഹേ എന്ന് വെച്ചാൽ മേഘം, ബാദൽ എന്ന് വെച്ചാൽ മേഘം, ദുനിയ എന്ന് വെച്ചാൽ ലോകം, മേഘം ലോകത്തിന് വെള്ളം നൽകുന്നു. വെള്ളം എന്ന് പറയുമ്പം ബാരിഷ്. സെക്കൻഡ് ആക്ടിവിറ്റി, പെഹ്ചാനെ ഓർ ലിഖേ. താഴെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി എഴുതാനാണ് പറയുന്നത്. ജീവൻ കാ ആധാർ ഹേ, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ഈ താഴെ പറയുന്നവ. എന്തൊക്കെയാണ്? പെഹല ചിത്ര സൂരജ്, സൂര്യൻ. ദൂസര ചിത്ര ഹേ പേട്, മരം. और तीसरा പാനി, വെള്ളം. അടുത്ത പേജിൽ 3ാമത്തെ ആക്ടിവിറ്റി, ആശയ് പഠേ और पंक्तियाँ ढूंढे. കവി ചാത്താ ഹേ. താഴെ 2 ആശയങ്ങൾ തന്നിട്ടുണ്ട്. അത് കവിത ഭാഗത്തിൽ നിന്നും ഏത് ലൈനാണ് വരുന്നത് അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പെഹല ആശയ്, ആദ്യത്തെ ആശയം, सूरज अपनी ऊर्जा से प्यार करे और संसार को ഊർജ പ്രദാൻ करे. ഈ ആശയം പറയുന്നത് കവിതയിലെ ഫസ്റ്റ് പാരഗ്രാഫിലെ ലൈനാണ്. സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ करे कि वह दे सके आग दुनिया को भी. അടുത്ത ആശയം, മേഘ് अपने पानी से प्यार करे और പ്രകൃതി की പ്യാസ് ബുജായെ. രണ്ടാമത്തെ ആശയം കവിതയുടെ 3ാമത്തെ പാരഗ്രാഫിൻ്റേതാണ്. ബാദൽ അപ്നെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വ ദേ സക്കെ ജൽ ദുനിയാ കോ ഭി. 4ാമത്തെ ആക്ടിവിറ്റി, യേ ദുനിയാ കോ കേസെ പ്യാർ കരേംഗെ, അപ്നെ വിചാർ ലിഖേ. യേ ദുനിയാ കോ കേസെ പ്യാർ കരേംഗെ ആരൊക്കെയാണ്? സൂരജ്, പേട്, ബാദൽ. എങ്ങനെയാണ് സൂരജ്, പേട്, ബാദൽ ഇവ 3ഉം ദുനിയ ലോകത്തിനെ സ്നേഹിക്കുന്നത്? അത് നമ്മുടെ ആശയത്തിൽ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തേതാരാണ്? സൂരജ്, സൂര്യൻ. സൂരജ് ഹംകോ രോഷ്നി ദേത്താ ഹേ, സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു. സൂരജ് ഹംകോ ഗർമി ദേത്താ ഹേ, സൂര്യൻ നമുക്ക് ചൂട് നൽകുന്നു. സൂരജ് ഹംകോ കൈ തരാക്കി ഊർജ ദേത്താ ഹേ, സൂര്യൻ നമുക്ക് പലതരത്തിലുള്ള ഊർജം നൽകുന്നു. അടുത്തതാരാണ്? പേട്, മരം. ഫസ്റ്റ്, പേട് ഹംകോ ഫൽ ദേത്താ ഹേ, പേട് ഹംകോ ലക്കടി ദേത്താ ഹേ, പേട് ഹംകോ ഓക്സിജൻ ദേത്താ ഹേ. പേട് ഹംകോ ഫൽ ദേത്താ ഹേ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ മരം നമുക്ക് പഴങ്ങൾ നൽകുന്നു. സെക്കൻഡ്, പേട് ഹംകോ ലക്കടി ദേത്താ ഹേ എന്ന് പറഞ്ഞാൽ മരം നമുക്ക് ലക്കടി തടി തരുന്നു. തേർഡ്, പേട് ഹംകോ ഓക്സിജൻ ദേത്താ ഹേ, മരം നമുക്ക് ഓക്സിജൻ നൽകുന്നു. 3ാമത്തെ ആളാരാ? ബാദൽ. ബാദൽ ഹംകോ വർഷ ദേത്താ ഹേ, ബാദൽ മേഘം നമുക്ക് വർഷ മഴ നൽകുന്നു. ബാദൽ ഹംകോ ഛായ ദേത്താ ഹേ, മേഘം നമുക്ക് ഛായ തണൽ നൽകുന്നു. ബാദൽ ഹംകോ പാനി ദേത്താ ഹേ, മേഘം നമുക്ക് വെള്ളം നൽകുന്നു.
അടുത്ത പേജിൽ 5ാമത്തെ ആക്ടിവിറ്റി. ആദ്യത്തേത് താൽ ലൈ കെ സാത്ത് കവിത കാ ആലാപ് കരെ और कविता का आशय लिखे. പിന്നെ കവിത के आशय के आधार पर चित्र खींचे. ഫസ്റ്റ് എന്താണ് താൽ ലൈ കെ സാത്ത് കവിത കാ ആലാപ് കരെ എന്ന് പറഞ്ഞാൽ ട്യൂണിട്ട് പാടാനായിട്ട് കവിത. നെക്സ്റ്റ് കവിത കാ ആശയ് ലിഖേ, ഈ കവിതയുടെ ആശയം എഴുതാൻ ആണ് പറയുന്നത്. പിന്നേതോ കവിത കെ ആശയ് കെ ആധാർ പർ ചിത്ര ഖീച്ചേ, കവിതയുടെ ആശയം അനുസരിച്ച് ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അതിൽ സെക്കൻഡ് കവിത കാ ആശയ് ലിഖേ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കവിത കാ ആശയ് ലിഖേ. आंसर खुद से प्यार कविता श्री सोमनाथ यादव जी ने लिखा है. इस कविता का आशय प्यार है. कवि का आशय ये है कि सूरज अपने ऊर्जा से इतना प्यार करता है, इसलिए ऊर्जा दुनिया को दे सकता है. पेड़ अपने फूल से इतना प्यार करता है, इसलिए दुनिया को फूल दे सकता है. बादल अपने जल से इतना प्यार करता है, इसलिए बादल दुनिया को दे सकता है. जैसे सूरज, बादल और पेड़ खुद से इतना प्यार करता है, वैसे हम भी अपने आप से प्यार करना है और दुनिया को प्यार देना है. ഈ പേജിൻ്റെ ലാസ്റ്റ് സോമനാഥ് യാദവിനെ കുറിച്ച് പറയുകയാണ്. സോമനാഥ് യാദവ് ജന്മ 14 जून 1937. सोमनाथ यादव का जन्म उत्तर प्रदेश में हुआ. वे लेखक और संपादक हैं. दरख्तों में सूरज, भस्मासुर की भूमिका, नारक गाथा आदि उनकी रचनाएं हैं. സോമനാഥ് യാദവ് എവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹം ലേഖകനായിരുന്നു. വേ ലേഖക് ഓർ സമ്പാദക് ഹെ, ലേഖകനായിരുന്നു. പിന്നെ ദർഖത്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നാരക് ഗാഥ ആദി ഉൻകി രചനായേ ഹെ എന്ന് പറഞ്ഞാൽ ദർഖത്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നാരക് ഗാഥ ഇവയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും ഷെയറും നൽകണം. അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് സെറ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ കമൻസിൽ അറിയിക്കേണ്ടതാണ്.